കഴിഞ്ഞയാഴ്ചയിലെ ദില്ലിയിലെ ചെങ്കോട്ടയിൽ നടമാടിയ ചാവേർ സ്ഫോടനത്തിന്റെ ചുരുളഴിയുമ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് NIA ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അയോധ്യയിലും വാരാണസിയിലും അടക്കം ഇന്ത്യയിലെ സുപ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലും ദില്ലിയിലെ മറ്റ് സ്ഥലങ്ങളിലും ഉത്തർപ്രദേശിലുമൊക്കെ ബാബറി മസ്ജിദ് തകർത്തതിന്റെ 33ാമത്തെ വാർഷികമായ ഡിസംബർ മാസം 6-ാം തീയതി ശക്തമായ സ്ഫോടനങ്ങൾ നടത്തുവാൻ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു ഈ തീവ്രവാദി ഡോക്ടർ കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിൽ ഒന്നായ ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ D6 എന്ന് പേരിട്ട ഭീകര പ്രവർത്തനങ്ങളുടെ ചുരുളുകൾ ഓരോന്നായി അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുറത്തേക്ക് നീളുമ്പോൾ മറ്റ് സ്പോട്ടുകളിൽ നിന്ന് പിടിയിലായ ഭീകര സംഘങ്ങളിലെ ഡോക്ടർ ഷാഹീൻ സായിദ് എന്ന ഹിജാബ് ധാരിയായ തീവ്രവാദിനിയും ആമീർ റാഷിദ് അലി എന്ന ഭീകരനടക്കമുള്ളവരെല്ലാം ചെങ്കോട്ടയിൽ ചിന്നിച്ചിതറിയ ഡോക്ടർ ഉമർ നബിയുടെ കൂട്ടാളികളാണെന്ന് വ്യക്തമായിട്ടുണ്ട്. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് വ്യക്തമായതിന്റെ പിന്നാലെയായിരുന്നു അമീറിനെ അറസ്റ്റ് ചെയ്തത്. വാഹനത്തിൽ ഘടിപ്പിക്കാവുന്ന ഇംപ്രവൈസ് സ്ഫോടക വസ്തുക്കളാക്കി മാറ്റുവാൻ ഇയാളുടെ സഹായം ഉണ്ടായെന്നുമാണ് വിവരങ്ങൾ. ഉമറിന്റെ മറ്റൊരു വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുമുണ്ട്. സ്ഫോടനത്തിൽ പരിക്കേറ്റവർ ഉൾപ്പെടെ 73 സാക്ഷികൾ അന്വേഷണ സംഘം ഇതുവരെ വിസ്തരിച്ചു. ഇസ്ലാമിക ഭീകര സംഘടനകളുടെ നൂതന ചുവടുവെപ്പായ വൈറ്റ് കോളർ ടെററിസത്തിലെ മറ്റൊരു വെറൈറ്റിയായി അവതരിച്ചിരിക്കുന്ന പെൺഭീകരതയുടെ മുഖമായ ഡോക്ടർ ഷാഹീൻ സായിദും ചെങ്കോട്ടയിലെ ചാവേറായ ഡോക്ടർ ഉമർ നബിയുമായിരുന്നു ഓപ്പറേഷൻ D6 പ്രധാനപ്പെട്ട ഗൂഢാലോചനക്കാർ. വലിയ തോതിൽ കാറുകൾ വാങ്ങിക്കൂട്ടിയിട്ട് അതിൽ മാരകമായ സ്ഫോടക വസ്തുക്കൾ കുത്തി നിറച്ചുകൊണ്ട് വൻതോതിലുള്ള ചാവേർ സ്ഫോടനങ്ങൾ നടപ്പിലാക്കുവാനായിരുന്നു ഈ ഡോക്ടർ മൊഡ്യൂൾ ഭീകര സംഘം ആസൂത്രണം നടത്തിയിരുന്നത്. കഴിഞ്ഞ കുറെ ആഴ്ചകളായി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയായിരുന്നു. എന്നാൽ അതിനിടയ്ക്കാണ് പഴുതുകളില്ലാത്ത അന്വേഷണവുമായി രംഗത്തിറങ്ങി നമ്മുടെ അഭിമാനമായ ഭീകരവിരുദ്ധ സേന സ്ഫോടക വസ്തുക്കളടക്കം തീവ്രവാദികളെ പൊക്കിയെടുത്ത് അകത്തിട്ടത്. ചെങ്കോട്ട സ്ഫോടനം നടപ്പിലാക്കിയ ഭീകരൻ ഉമർ നബിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴായിരുന്നു പാകിസ്ഥാൻ ഭീകര പ്രസ്ഥാനമായ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് ആദ്യം വ്യക്തമായത്. അതിനു മുൻപ് ലക്നൌവിൽ നിന്ന് പിടിയിലായ ഷാഹീൻ സായിദ് എന്ന ഡോക്ടർ തീവ്രവാദിനിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും എത്തിച്ചേർന്നത് ജെയ്ഷെ മുഹമ്മദിലേക്ക് തന്നെയായിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന്റെ സഹോദരിയായ സാദിയ നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തുൽ മോമിനാത്ത് എന്ന പെൺ തീവ്രവാദി കൂട്ടത്തിന്റെ പേരിൽ പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു വിങ് സ്ഥാപിക്കുവാൻ ചുമതലപ്പെടുത്തിയ ഡോക്ടർ മൊഡ്യൂളിലും ഷാഹീൻ എന്ന ഈ തീവ്രവാദിനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിരോധിത ഭീകര സംഘടനയായ ഇതേ ജമാഅത്തുൽ മൊമൈനീത്തിന്റെ കീഴിൽ ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കുവാനും അത് നയിക്കുന്നതിനുമുള്ള ചുമതലയായിരുന്നു കഴുത്തിൽ സ്റ്റെറ്റും തൂക്കി ഡോക്ടറായി ഞെളിഞ്ഞു നടന്ന ഷാഹീൻ എന്ന തീവ്രവാദിനിക്ക് ഉണ്ടായിരുന്നത്. വൈറ്റ് കോളർ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറിയ ഫരീദാബാദിലെ അൽഫലാഗ് സർവകലാശാലയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഡോക്ടർ മുസമിൽ അഹമ്മദ് ഗനായിയെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയായിരുന്നു ഈ തീവ്രവാദിനി അന്വേഷണ സംഘം പൊക്കിയത്. മെഡിക്കൽ പ്രൊഫഷനിലൊപ്പം തീവ്രവാദ നീക്കത്തിലുമുള്ള വൈദഗ്ധ്യം പരിഗണിച്ച് മാഡം സർജൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഈ തീവ്രവാദിനി ഉൾപ്പെടെ മൊഡ്യൂളിന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് തന്നെയായിരുന്ന ഓപ്പറേഷൻ D6 വേണ്ടി വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കുകയും ഈ ഫിദായിൻ ചാവേർ ദൗത്യങ്ങൾക്കായി നിരവധി യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് കയ്യിൽ സ്ഫോടക വസ്തുക്കളും കൊടുത്ത് രംഗത്തിറക്കുവാൻ ഉമർ ശ്രമിച്ചിരുന്നുവെന്നുമുള്ള നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചെങ്കോട്ടയെ ചാവേർ സ്ഫോടനത്തിനായി ഡോക്ടർ ഉമർ ഉൻ നബിയെ സഹായിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു കാശ്മീർ സ്വദേശിയെ കൂടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ജെയ്ഷെ മുഹമ്മദിന്റെ എല്ലാ വിദേശ പ്രവർത്തനങ്ങളുടെയും മുഖ്യ ഖണ്ഡിയായ IS ഹാൻഡ്ലർ അബു ഉഖാഷ എന്ന ആളും ഓപ്പറേഷൻ D6 എന്ന ഭീകര നീക്കത്തിന് പങ്കാളിയായിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട്. 2021 മുതൽ ഇന്ത്യയിലെ 6ഓളം പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഫോടനം നടത്തുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള നീക്കത്തിലായിരുന്നു ഇവർ.